തിരുവനന്തപുരം ചാല മാർക്കറ്റിലെ VS ഹോട്ടലിൽ നിന്നും ഇന്ന് പുലർച്ചെ മോഷണം പോയത് പൊന്നും വിലയുള്ള ഗ്യാസ് സിലിണ്ടറാണ്. നിറകുറ്റി മോഷണം പോയതോടെ ഇന്ന് ഹോട്ടൽ പൂട്ടാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഉടമകൾ. ഹോട്ടൽ പൂട്ടിക്കാനുള്ള ശത്രുക്കളുടെ വേലയെന്നാണ് ഉടമകളുടെ ആരോപണം. ഹരിമോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ചാല മാർക്കറ്റിനുള്ളിലുള്ള VS ഹോട്ടലിന് മുൻപിലാണ്. ഈ ദിവസങ്ങളിൽ ഏറ്റവും പൊന്നും വിലയുള്ള ഒരു വസ്തു എന്ന് പറയുന്നത് ഗ്യാസ് സിലിണ്ടറുകളാണ്. കാരണം സ്റ്റോക്കുള്ള അത്രയും ദിവസം മാത്രമേ ഹോട്ടലുകളൊക്കെ പ്രവർത്തിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് ഇന്ന് പുലർച്ചെ ഒരു 1:45 VS ഹോട്ടലിൽ ഒരു കള്ളൻ വരുന്നത്. മറ്റൊരു തരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളും ഇവിടെ നിന്ന് മോഷ്ടിച്ചിട്ടില്ല. ആദ്യം ഇങ്ങോട്ടേക്ക് കടക്കുന്നു, ഇവിടെയുള്ള ഫ്യൂസ് ഊരുന്നു. അതിനുശേഷമാണ് ഇതിനകത്ത് കയറി ഈ ഗ്യാസ് സിലിണ്ടർ മോഷ്ടിക്കുന്ന നിലയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അരമണിക്കൂറോളമാണ് ഈ കള്ളൻ ഇതിനകത്ത് ചെലവഴിച്ചത്. ഇതിനിടയ്ക്ക് ചാക്ക് കൊണ്ട് മുഖം മറച്ച് മുഖം പതിയാതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തി. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ കൃത്യമായി മുഖം പതിഞ്ഞിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണല്ലോ സംഭവം. 1:45 നിറകുറ്റി പോയി. 2 ദിവസത്തേക്കുള്ള നിറകുറ്റിയാണ് പോയത്. ഇന്ന് നാളെ കൂടെ തുറന്നിട്ട് പിന്നെ അടയ്ക്കാമെന്നുള്ള രീതിയിലാണ് ഇരുന്നത്. പക്ഷേ ഇന്ന് തന്നെ അടയ്ക്കേണ്ടി വരുന്നു. ജീവിക്കാൻ ഒരു വഴിയില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചായ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പിന്നെ ഉച്ചയ്ക്ക് ഊണുണ്ട്, ബിരിയാണിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് 2 ദിവസത്തേക്ക് ബിരിയാണി എങ്കിലും വെച്ചിട്ട് അങ്ങനെ ആൾക്കാർക്ക് കൊടുക്കാം എന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അതും നഷ്ടപ്പെട്ടു. ഇന്നത്തെ ബിരിയാണിയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. കാരണം വേറെ നിവർത്തിയില്ല. CCTV ഒക്കെ പൂർണ്ണ സജ്ജമായതുകൊണ്ട് ആളെ കണ്ടു. പോലീസിൽ രാവിലെ ഞാൻ ഫോൺ വഴി വിളിച്ചു പറഞ്ഞു, ഇന്ന് കിട്ടുവാണെങ്കിൽ ഞങ്ങളൊരു 2-3 ദിവസം കൂടി ഞങ്ങൾ ഉണ്ടാവും. അതായത് നിറകുറ്റി തിരിച്ചു കിട്ടുകയാണെങ്കിൽ കുറച്ച് ദിവസം കൂടി മുന്നോട്ട് പോകാം. അതെ, അതുവരെ ഈ ഒരു ദിവസത്തെ ബിരിയാണി മാത്രം എന്തായാലും ഒരു നിറകുറ്റി നഷ്ടപ്പെട്ടതോടുകൂടി ഹോട്ടൽ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും ആളെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. റിട്ടേൺ കംപ്ലയിന്റ് ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസിന് കൈമാറും. തുടർന്ന് പോലീസ് ആ CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. എന്തായാലും ഹോട്ടൽ എത്രയും പെട്ടെന്ന് വീണ്ടും തുറക്കാൻ കഴിയട്ടെ. ഗ്യാസ് സിലിണ്ടർ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഹരിമോഹൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.